നമസ്കാരം. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റിംഗിലെ ക്വസ്റ്റ്യൻസ് ആണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഈ വീഡിയോയിലൂടെ നമുക്ക് ബൈനോമിയൽ ഫിറ്റിംഗിന്റെ മറ്റൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. The screws produced by certain machine were checked by examining samples. The following table shows the distribution of 128 samples according to the number of defective items they contained. Fit a binomial distribution to find mean and SD of the distribution. ഈ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ഒരു മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ക്രൂസിൽ ഡിഫക്റ്റീവ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ ഉള്ളത്. അതിനുവേണ്ടി 128 സാമ്പിൾസ് ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഓരോ സാമ്പിളിലെയും ഡിഫക്റ്റീവ് സ്ക്രൂസിന്റെ എണ്ണം കൗണ്ട് ചെയ്തെടുത്തിരിക്കുന്നു. ക്വസ്റ്റ്യനിൽ ഒരു ടേബിൾ കൂടെ തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സും നമ്പർ ഓഫ് സാമ്പിൾസും ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമ്പർ ഓഫ് ഡിഫക്റ്റീവ് ഐറ്റംസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സിനെയാണ് നമ്മളിവിടെ എക്സ് വേരിയബിൾ ആയിട്ട് എടുക്കേണ്ടത്. ടേബിൾ നോക്കിയാൽ അറിയാം, നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സ് അഥവാ എക്സ് വേരിയബിൾ 0 മുതൽ 7 വരെയാണ് വേരി ചെയ്യുന്നത്. നമുക്കറിയാം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ എക്സ് 0 മുതൽ സ്മോൾ ലെറ്റർ എൻ വരെയാണ് വേരി ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം സ്മോൾ ലെറ്റർ എന്നിന്റെ വാല്യൂ 7 ആണെന്ന്. പിന്നെ തന്നിരിക്കുന്ന നമ്പർ ഓഫ് സാമ്പിൾസ് എന്ന് പറയുന്ന റോ, അതാണ് ഫ്രീക്വൻസി. ആ വാല്യൂസ് ഒന്ന് ആഡ് ചെയ്ത് നോക്കൂ. 128 കിട്ടുന്നുണ്ടല്ലോ, അതായത് ക്യാപിറ്റൽ എൻ. നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന എക്സ്പെക്ടഡ് ഫ്രീക്വൻസി ആഡ് ചെയ്താലും ക്യാപിറ്റൽ എൻ കിട്ടാറുണ്ടല്ലോ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഫ്രീക്വൻസി ഏതാണ്? ഇതാണ് ഒബ്സർവ്ഡ് ഫ്രീക്വൻസി. അതായത് സാമ്പിൾ സെലക്ട് ചെയ്ത് അവ ഇൻസ്പെക്ട് ചെയ്തിട്ട് അതിലെ ഡിഫക്റ്റീവ്സിന്റെ എണ്ണം കൗണ്ട് ചെയ്ത് കണ്ടുപിടിച്ച ഫ്രീക്വൻസീസ് ആണ് ഒബ്സർവ്ഡ് ഫ്രീക്വൻസി. അല്ലാതെ PDF ഒക്കെ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന ഫ്രീക്വൻസി അല്ല. ഡയറക്റ്റ് ഒബ്സർവ് ചെയ്ത് കണ്ടുപിടിച്ച ഫ്രീക്വൻസീസ് ആണിത്. ഈ ടേബിൾ വാല്യൂസിന്റെ മീനിങ് എന്താണ്? 0 ഡിഫക്റ്റീവ് വന്ന 7 സാമ്പിൾസ് ഉണ്ട്. അതായത് 128 സാമ്പിൾസ് പരിശോധിച്ചതിൽ 7 സാമ്പിൾസിൽ ഡിഫക്റ്റീവ്സ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നെക്സ്റ്റ് വാല്യൂസ് നോക്കിയാലോ, 128 സാമ്പിൾസ് പരിശോധിച്ചപ്പോൾ അതിൽ കൃത്യം 6 സാമ്പിൾസിൽ ഓരോ ഡിഫക്റ്റീവ് സ്ക്രൂ വീതം ഉണ്ടായിരുന്നു. എന്തായാലും ഇവിടെ ക്യാപിറ്റൽ N 128 ആണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ സ്മോൾ n ആൻഡ് ക്യാപിറ്റൽ N വാല്യൂസ് കിട്ടി. ഇനി ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ചെയ്യാനായിട്ട് പിന്റെയും ക്യൂവിന്റെയും വാല്യൂസ് കൂടെ വേണം. കോയിൻ ടോസിംഗ് എക്സ്പെരിമെന്റ് ഒക്കെ ആയിരുന്നെങ്കിൽ പി ആൻഡ് ക്യൂവിന്റെ വാല്യൂ 1/2 ആണെന്ന് നമുക്ക് അറിയായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ എളുപ്പം പി ആൻഡ് ക്യൂ വാല്യൂസ് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ഈ സാഹചര്യത്തിൽ നമ്മൾ വേറൊരു മെത്തേഡാണ് ഉപയോഗിക്കേണ്ടത്. ആദ്യം ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡേറ്റ ഉപയോഗിച്ചിട്ട് അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുക. അതിനായി നമുക്ക് മീന്റെ ഇക്വേഷനായ സിഗ്മ എഫ് ബൈ ക്യാപിറ്റൽ N ഉപയോഗിക്കാമല്ലോ. അതിനു വേണ്ടിയിട്ട് നമ്മൾ FX കോളം കാൽക്കുലേറ്റ് ചെയ്ത് ടോട്ടൽ എടുക്കണം. അപ്പോൾ സിഗ്മ FXന്റെ വാല്യൂ 433 എന്ന് കിട്ടുന്നു. അപ്പോൾ മീൻ ഈക്വൽ ടു 433 ബൈ 128, ദാറ്റ്സ് ഈക്വൽ ടു 3.383 എന്ന് കിട്ടും. നമുക്കറിയാം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ NP ആണല്ലോ. ഇനി മീനിന്റെ പ്ലേസിൽ NP സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് NP ഈക്വൽ ടു 3.383 എന്ന് കിട്ടുന്നു. എന്നിന്റെ വാല്യൂ നമുക്കറിയാം 7. അപ്പോൾ 7P ഈക്വൽ ടു 3.383 എന്നായി. അപ്പോൾ P ഈക്വൽ ടു 3.383 ഡിവൈഡഡ് ബൈ 7 എന്നാവും. ആൻസർ 0.483. പിയുടെ വാല്യൂ ആണ് 0.483. പി കിട്ടിക്കഴിഞ്ഞാൽ ക്യൂവിന്റെ ഇക്വേഷൻ നമുക്കറിയാം 1 മൈനസ് പി. അപ്പോൾ ക്യൂവിന്റെ വാല്യൂയും കിട്ടി 0.517. പിയും ക്യൂവും കിട്ടി. ഇനി ക്വസ്റ്റ്യനിൽ വേരിയൻസ് കൂടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്ത് വേരിയൻസ് നമുക്ക് കണ്ടുപിടിക്കാം. വേരിയൻസിന്റെ ഇക്വേഷൻ NPQ. NPയുടെ വാല്യൂ 3.383 നമുക്കറിയാം. Q 0.517. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3.383 ഇൻറ്റു 0.517, that's equal to വേരിയൻസ് 1.749 എന്നാകും. അപ്പോൾ നമുക്ക് മീനും വേരിയൻസും കിട്ടി. ഇനി ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ചെയ്യാം. ഇനി നമ്മൾ പഠിച്ചത് തന്നെയാണ്. NPQന്റെ വാല്യൂസ് ബൈനോമിയൽ PDFിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. P of x ഈക്വൽ ടു 7CX 0.483 റേസ് ടു x 0.517 raised to 7 minus x equal to 0, 1, 2, etc. up to 7. ഇനി എക്സിന് ഓരോരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. P of xന്റെ വാല്യൂസ് കണ്ടുപിടിക്കുക. ആദ്യം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 7C 0, 0.483 raised to 0 and 0.517 raised to 7 minus 0.
7C0യും 0.483 റേസ് ടു 0യും 1 ആണല്ലോ. അപ്പോൾ 1 ഇൻറ്റു 1 ഇൻറ്റു 0.517 റേസ് ടു 7, അതായത് 0.517 റേസ് ടു 7 തന്നെ. അതിൻ്റെ ആൻസർ 0.0099. അപ്പോൾ ആദ്യത്തെ പി ഓഫ് എക്സ് 0.0099 എന്ന് കിട്ടി. ഇനി എക്സിന് 1 കൊടുക്കുമ്പോൾ 7C1 0.483 റേസ് ടു 1, 0.517 റേസ് ടു 7 മൈനസ് 1 എന്ന് കിട്ടുന്നു. 7C1ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ടേബിൾ നോക്കുക. 7ന് നേരെ NC1ന് താഴെ നോക്കുമ്പോൾ 7C1ന്റെ വാല്യൂ 7 എന്ന് കിട്ടുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 7 ഇൻറ്റു 0.483 റേസ് ടു 1 എന്നുള്ളത് എന്താവും? 0.483 തന്നെ. അതുപോലെ 0.517 റേസ് ടു 7 മൈനസ് 1 എന്താവും? 0.51 റേസ് ടു 6. ഇതെല്ലാം കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിക്കുമ്പോൾ 7 ഇൻറ്റു 0.483 ഇൻറ്റു 0.0191 എന്നാകും. മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ആൻസർ 0.0646 എന്ന് കിട്ടുന്നു. അപ്പോൾ നെക്സ്റ്റ് വാല്യൂ 0.0646 എന്ന് കിട്ടി. അടുത്തത് കൂടി കണ്ടുപിടിക്കാം. അതായത് എക്സ് 2 ആകുമ്പോഴുള്ള പ്രോബബിലിറ്റി, അതായത് 7C2 0.483 റേസ് ടു 2, 0.517 റേസ് ടു 7 മൈനസ് 2. 7C2 കണ്ടുപിടിക്കാൻ ടേബിൾ നോക്കുക. 7ന് നേരെ NC2 കോളത്തിൻ്റെ താഴേക്ക് നോക്കുമ്പോൾ 7C2ന്റെ വാല്യൂ 21 ആണെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 21 ഇൻറ്റു 0.483 റേസ് ടു 2 ഇൻറ്റു 0.517 റേസ് ടു 5 എന്നാണ് കിട്ടുന്നത്. ഇവിടെ പവേഴ്സ് നമുക്ക് ആഡ് ചെയ്ത് എഴുതാനൊന്നും പറ്റില്ല, കാരണം രണ്ടും ഡിഫറെൻറ്റ് വാല്യൂസിൻ്റെ പവേഴ്സാണ്. അതായത് ഒന്ന് 0.483യും മറ്റേത് 0.517ഉമാണ്. രണ്ടും ഒരേ നമ്പറിൻ്റെ പവേഴ്സിൽ വരുമ്പോഴാണ് നമുക്ക് പവേഴ്സ് ആഡ് ചെയ്തിട്ടുള്ള നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ചെയ്ത പോലെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഈ പവേഴ്സ് എല്ലാം സെപ്പറേറ്റ്ലി കാൽക്കുലേറ്ററിൽ ചെയ്തെടുക്കണം. അതായത് 21 ഇൻറ്റു 0.483 സ്ക്വയർ ചെയ്യുമ്പോൾ 0.2333 കിട്ടും. അതേപോലെ 0.517 റേസ് ടു 5 കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ 0.0369 കിട്ടും. എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ആൻസർ 0.1808 എന്നാവും. ഇതേപോലെ പി ഓഫ് എക്സ് വാല്യൂസ് എല്ലാം നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ ഞാൻ എല്ലാ വാല്യൂസും ഒരു ഡെസിമലിന് ശേഷം 4 ഡിജിറ്റ്സിലേക്കാണ് റൗണ്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ 3 ഡിജിറ്റിലേക്ക് റൗണ്ട് ചെയ്യാം, 2 ഡിജിറ്റിലേക്ക് റൗണ്ട് ചെയ്യാം. ഇനി നമുക്ക് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് കണ്ടുപിടിക്കാം. അതിനായി എല്ലാ പി ഓഫ് എക്സ് വാല്യൂസിനൊപ്പം ക്യാപിറ്റൽ N ആയ 128 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് വാല്യൂസ് ഓരോന്നായിട്ട് കിട്ടുന്നു. ഇവിടെ നോക്കൂ, എല്ലാ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസും ഡെസിമൽസിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫ്രീക്വൻസീസ് ആണ്, അതായത് എണ്ണം. അതൊരിക്കലും ഡെസിമലിൽ എഴുതാൻ പാടില്ലല്ലോ. കാരണം നമ്മൾ ഒരിക്കലും 1.2 സാമ്പിൾ എടുത്തു അല്ലെങ്കിൽ 8.2 സാമ്പിൾ എടുത്തു അങ്ങനെയൊന്നും പറയില്ല. എന്തിന്റെയെങ്കിലും എണ്ണം നമ്മൾ എപ്പോഴും ഹോൾ നമ്പേഴ്സിലാണ് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുമ്പോഴും ഡെസിമൽ വന്നാലും അതിനെ റൗണ്ട് ചെയ്ത് ഹോൾ നമ്പേഴ്സിലേക്ക് ആക്കി മാറ്റണം. എങ്ങനെയാണ് റൗണ്ട് ചെയ്യേണ്ടത്? ഡെസിമലിന് ശേഷമുള്ള ഡിജിറ്റ് 5ഓ അതിൽ കൂടുതലോ ആണെങ്കിൽ ഡെസിമലിന് മുന്നേ ഉള്ള നമ്പറിനെ നെക്സ്റ്റ് ഡിജിറ്റിലേക്ക് റൗണ്ട് ചെയ്യുക. 5നേക്കാൾ കുറവാണെങ്കിൽ ആ ഡെസിമലിന് മുന്നേ ഉള്ള നമ്പർ ഏതാണോ ആ നമ്പർ തന്നെയായിട്ട് നമുക്ക് നിലനിർത്താം. അതായത് 1.3 എന്ന് പറയുന്ന നമ്പറിൽ ഡെസിമൽ കഴിഞ്ഞിട്ട് 3 ആണ്. 3 5നേക്കാൾ ചെറിയ നമ്പർ അല്ലേ? അതുകൊണ്ട് 1.3ല് ഡെസിമലിന് മുന്നേ ഉള്ള 1നെ 1 ആയിട്ട് തന്നെ നമുക്ക് നിലനിർത്താം. അതായത് ഫസ്റ്റ് ഫ്രീക്വൻസി 1 തന്നെയായിട്ട് എഴുതാം. ഇതേപോലെ തന്നെ 8.3 എടുത്താലും സെയിം തന്നെയാണ്. 0.3 എന്ന് പറയുന്നത് 5നേക്കാൾ കുറഞ്ഞൊരു നമ്പർ ആയതുകൊണ്ട് 8 എന്ന് പറയുന്ന നമ്പർ അങ്ങനെ തന്നെ ഒരു ഫ്രീക്വൻസി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. 8ന് മാറ്റമൊന്നും വരാതെ നമുക്ക് എഴുതാനും പറ്റുന്നു. അങ്ങനെ നോക്കുമ്പോൾ 23.1നെയും 36.1നെയും റെസ്പെക്റ്റീവ്ലി 23, 36 എന്ന് റൗണ്ട് ചെയ്ത് എഴുതാം. ഇനി 33.7ന് എന്ത് മാറ്റം വരുന്നു? ഡെസിമലിന് ശേഷം 7 ആണ്. അത് 5നേക്കാൾ വലിയൊരു നമ്പറാണ്. അപ്പോൾ 33 എന്ന് പറയുന്ന നമ്പറിനെ, അതായത് ഡെസിമലിന് മുന്നേ 33 ആണല്ലോ, അതിനെ നെക്സ്റ്റ് ഡിജിറ്റായ 34 ആക്കി മാറ്റുന്നു. അപ്പോൾ ആ ഫ്രീക്വൻസി എന്തായിട്ട് മാറും? 34 ആയിട്ട് മാറും. ഇതേപോലെ 18.9നെ 19 ആയും 5.9നെ 6 ആയും 0.8നെ 1 ആയും റൗണ്ട് ചെയ്ത് എഴുതാം. ഇപ്പോൾ കിട്ടിയ വാല്യൂസ് എല്ലാം ആഡ് ചെയ്ത് നോക്കൂ, 128 തന്നെ കിട്ടുന്നു.
എങ്ങനെയാണ് റൗണ്ട് ചെയ്യുന്നതെന്നും ഒക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. താങ്ക്